ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ. ഹലോ ഗായ്സ്, അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഫാമിലിയിലൊരു പുതിയ കാര്യം പറയാൻ വേണ്ടി വന്നേക്കാം. ഓൾറെഡി നിങ്ങളൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് അവരായിട്ട് തന്നെ വന്ന് നിങ്ങളടുത്ത് പറയണല്ലോ. അപ്പൊ എന്തായാലും അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം. ഞാൻ പ്രിപ്പയർ ചെയ്യട്ടെ. എനിക്ക് എന്തായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ? എനിക്കറിയില്ല എന്താ ക്വസ്റ്റ്യൻ തന്നെ. നിങ്ങൾ എന്നെ നെർവസ് ആയി. നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു നെർവസ് ആവും. ഒന്നുമില്ല, നീ ഇങ്ങനെ റിവീൽ ചെയ്താൽ മതി. എന്താണ് നമുക്ക് പറയാനുള്ളതെന്നുള്ളത് നീ റിവീൽ ചെയ്താൽ മതി. സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉത്തരം പറയണം, അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തോ? ഇൻട്രൊഡ്യൂസ് അല്ല, എന്താണ് സ്റ്റാർട്ട് ചെയ്തോ? പിന്നെ നിങ്ങളെ ആദ്യമായിട്ടാണ്. Okay, it's a blessing. We are pregnant actually. And you know, by God's grace. ഇപ്പൊ എത്ര months ആയി അതൊക്കെ പറ. ഇപ്പം 7 monthസിലോട്ട് കേറി. So she has done with the second trimester, entering third trimester. മലയാളം യൂട്യൂബ് ചാനലാണ്. അല്ല, നീ നിന്റെ രീതി പറഞ്ഞോ. മലയാളം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അതെ. അപ്പൊ എന്താണ് നിങ്ങളുടെ ഫീലിംഗ് ആയിരുന്നത്? എങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ എന്താണ് രണ്ടുപേർക്കും ഫീൽ ആയത്? സ്റ്റാർട്ടിങ് ഐ തിങ്ക് ഏപ്രിൽ അല്ലായിരുന്നു. ഞാൻ പറയാം, ഏപ്രിൽ ഞാൻ അപ്പാപ്പന്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ വന്നു. പിന്നെ ഇങ്ങോട്ട് പോയിട്ടില്ല. ഏപ്രിലിൽ വന്നു. ഞാൻ ഗുജറാത്തിലോട്ട് പോയി. വന്ന സമയത്ത് എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, 58. പിന്നെ ഇവിടെ വന്ന് കുറഞ്ഞ് 52 ഒക്കെ ആയി. ഞാൻ നടക്കാനൊക്കെ തുടങ്ങി. വെയിറ്റ് കുറയ്ക്കാൻ മമ്മി പറഞ്ഞു, വെയിറ്റ് എനിക്ക് കുറച്ചെന്നൊക്കെ പറഞ്ഞ് മമ്മി നടത്തിക്കാൻ തുടങ്ങി. അങ്ങനെ 52, 50 ആയി. അത് കഴിഞ്ഞ ശേഷം ഡേറ്റ് ആയപ്പോഴും എനിക്ക് ഡേറ്റ് ആയി, പക്ഷെ ആയിണ്ടായിരുന്നില്ല. മമ്മി പറഞ്ഞു PCOD ആയിരിക്കും, നീ ഒന്ന് നാല് പിടിച്ച് നടന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ചരക്കര വെച്ച് നടക്കുകയായിരുന്നു. അതായത് ഒരു 3 കിലോമീറ്റർ അങ്ങനെ നടന്ന് തിരിച്ചു വന്നു. എനിക്ക് നല്ല ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് എക്സ്റേ എടുക്കാൻ വരെ പോയി, പക്ഷെ എക്സ്റേ എടുത്തില്ല. നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞു കറക്റ്റ് ഒന്നല്ല, പീരിയഡ്സ് കറക്റ്റ് ഒന്നല്ലെങ്കിൽ എക്സ്റേ എടുക്കണ്ടെന്നപ്പോ ഞാൻ മടിച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല എക്സ്റേ എടുക്കാൻ. ഭാഗ്യത്തിന് എക്സ്റേ എടുക്കാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മെയ് 5ന് സൺഡേ ആയിരുന്നു. അപ്പൊ ഞാൻ പള്ളിയിൽ പോകാത്തോണ്ട് മമ്മിയുടെ വഴക്കൊക്കെ കേട്ടിരിക്കുന്ന അന്ന് രാവിലെ 7 മണിയുടെ കുർബാന മണി അടിച്ച ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ ഫ്രണ്ടിനോട് തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മറ്റേ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻസി കിറ്റ്. അത് വാങ്ങിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എന്നോ 2 ഞാൻ ആരോട് പറയും. ഡിബിൻ എന്റെ ആ സമയത്തില്ല, ഡിബിൻ തിരിച്ചു പോയായിരുന്നു. അപ്പൊ ഞാൻ ഡിബിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പള്ളിയിലായിരുന്നു, സൺഡേ പള്ളിയിൽ പോയേക്കായിരുന്നു. കൊറേ തവണ വിളിച്ചെടുത്തില്ല. പിന്നെ കാറിൽ കയറി ഞാൻ ആക്ച്വലി ഇതൊരു ഇവിടെ വിളിച്ച് പറയുമ്പോ 2 സിനാരിയോയിലായിരുന്നു. ബിക്കോസ് ആ സമയത്ത് എൻ്റെ ഒരു ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടിന്റെ ഡെത്തായി. അപ്പം അതിന്റെ ഒരു വിഷമം. ആൻഡ് ദെൻ ഇവള് പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം, ലൈക്ക് എക്സ്ട്രീം സന്തോഷവും എക്സ്ട്രീം സങ്കടവും. അതെനിക്കൊരു പെട്ടെന്നൊരു ഷോക്ക് ആയിപ്പോയി. ഷോക്ക് ആൻഡ് ലൈക്ക് സെയിം ടൈം ഹാപ്പിനെസ് ആസ് വീഡിയോ റിയാക്ഷൻ വീഡിയോ. ഓ മൈ ഗോഡ്, അതൊരു ഇതായിരുന്നു. ഒരു മോഹം നീയേ നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിലവാകാം നിഴലാകാം. All the time when you recover, പിന്നെ very much happy to it, and it's a big blessings, you know, for us. And yeah. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റ് 3 months സാധാരണ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് 3 months? എനിക്ക് 3 months നല്ല അടിപൊളി 3 months ആയിരുന്നു. വോമിറ്റിങ്ങോട് വോമിറ്റിങ് 3 നേരം 6 തവണ വെച്ച വോമിറ്റിംഗ് ആയിരുന്നു എന്റെ പതിവ്. ഡ്രിപ്പൊക്കെ ഇട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഞാനൊരു വോമിറ്റിംഗ് നല്ലപോലെ ഉണ്ടായിരുന്നു. ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്? അപ്പോളോ അറ്റ്ലക്സ്.
നമ്മുടെ മുത്തുണ്ട് അല്ലേ, നമ്മുടെ ഇതാണ് എന്റെ മേബിൾ, ഡോക്ടർ മേബിൾ. ഡോക്ടർ മേബിളാണ് ഡോക്ടർ ഞങ്ങള് മേബിൾ. എന്നെ നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഡോക്ടർ ഡിസംബർ മേബിൾ. ഒക്കെ ആകുമ്പോഴേക്കും പർദ്ദ വാങ്ങിച്ചതെന്ന് പറഞ്ഞത്. അത്രയും നല്ല പേര് എനിക്കിപ്പോ അവിടെ. അപ്പൊ ഡ്യൂ ഏകദേശം ജാനാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഡിസംബർ ആവും. അപ്പൊ ഒരു ക്രിസ്മസ് ബേബി ആയിട്ടാണോ വരാൻ പോണേ? ന്യൂ ബേബി. ബേബിയാണോ ക്രിസ്മസ് എന്ന് അറിയില്ല, എന്നാലും മനസ്സ് പറയുന്നത് ക്രിസ്മസ് ആണ്. പിന്നെ ഈ പ്രഗ്നൻസി ടൈമില് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവുന്ന കേട്ടിട്ടില്ലേ? അപ്പൊ എന്തിനായിരുന്നു കൂടുതലും കഴിക്കാനൊക്കെ തോന്നിയിരുന്നത്? ആദ്യം പ്രഗ്നൻസി അതിന് മുമ്പ് ക്രേവിങ്സ് വന്നായിരുന്നു. സദ്യ, എന്താ പൊതിച്ചോറ്. പൊതിച്ചോറ് കഴിക്കും മമ്മീന്റെ അടുത്ത്. എനിക്ക് അത് പക്ഷെ അറിയില്ലായിരുന്നില്ല. പണ്ടേ നിനക്ക് ഇഷ്ടാണ് ഒരു വെജിനോട്, എനിക്ക് വെജ് ഫുഡിനോടാണ് എനിക്ക് താല്പര്യം. അപ്പൊ മമ്മി ഞാൻ വന്ന സമയത്ത് മമ്മീന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പൊതിച്ചോറ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സദ്യ വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതൊക്കെ കൊതിയൊക്കെ കഴിഞ്ഞ ശേഷം, പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അറിഞ്ഞത് അതിന്റെ ക്രേവിംഗ് ആയിരുന്നു ഇതെന്നാണ്. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയണ്ട, മമ്മീന്റെ അടിയൊക്കെ പറയും ഇവളുടെ ഫുഡ് കഴിക്കൽ കണ്ടിട്ട് ഈ കുട്ടി ഒരു പട്ടത്തി അല്ലെങ്കിൽ പട്ടരകുട്ടി ആയിരിക്കുന്നു. കാരണം പച്ചക്കറിയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം, ഇറച്ചി മീനിനോടൊന്നും വലിയ താല്പര്യമില്ല. മുട്ടയുടെ പുഴുങ്ങിയ സ്മെല്ലോ ഇറച്ചി മീനൊക്കെ ഇവരെവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാൻ മോളിലിരുന്നാ ഫുഡ് കഴിക്കണേ, അത്ര സ്മെല്ല് എനിക്ക് പറ്റുന്നുണ്ടായില്ല. പിന്നെ നിങ്ങള് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ടൈമിലെ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് തന്നെ വന്നായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും. അപ്പൊ അവന്റെ ബർത്ത്ഡേക്ക് കൂടാൻ വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവള് പ്രഗ്നന്റ് ആയതിനു ശേഷം ഗുജറാത്തേക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പോലെ ആയിരുന്നല്ലോ, അതായത് ലോങ് ഡിസ്റ്റൻസ് പ്രഗ്നൻസി ടൈം അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? മിസ്സിംഗ് ആയിരുന്നോ അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? 3 മാസം എനിക്ക് മിസ് ചെയ്യാൻ നേരം കിട്ടിയില്ലേ, ഛർദിക്കായിരുന്നു. ഞാൻ മിസ് ചെയ്തു. ബിക്കോസ് മെയിൻ തിങ് ഹെൽത്ത് എന്ന് പറഞ്ഞ സംഭവം മേജറാണ് ഫോർ മീ ആസ് ഡാഡ്. ബീങ് എ ഡാഡ് ഇസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. അതൊരു അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് തിങ് ഫോർ മീ, യുനോ. ആൻഡ് ദെൻ അവളൊരു ചൈൽഡ് ബിയറിംഗ് ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ ഹർ. ആൻഡ് ദെൻ മേജർ റെസ്പെക്ട് ഫോർ ഹർ. അവൾ അത്രയും ചെയ്യുന്നു. ആൻഡ് ദെൻ ചൈൽഡ് ബിയറിംഗ്. പിന്നെ ഡിബിൻ വിളിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ആരുടെയും ഫോൺ എനിക്ക് കഴിച്ചില്ലായിരുന്നു. ഡിബിൻ വിളിക്കുന്ന ഞാൻ ഫോൺ കട്ട് ചെയ്യും. അവിടെയും പറയാൻ വല്ല ദേഷ്യമുണ്ടാന്നൊക്കെ എന്നോട് ചോദിക്കും. പക്ഷെ എന്റെ ആ സമയത്തുള്ളൊരു ചേഞ്ച് ആയിരുന്നു എനിക്ക്. പിന്നെ understand that because women go through a lot of stages in pregnancy and then to all men എല്ലാം ആണുങ്ങളുടെ ഏതാ പറയുള്ളൂ. Like when women go through, main thing is love and support majorly, and then comfort them a lot. Yeah, that's the main. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും കാണാനല്ലേ. Yeah, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. എല്ലാ 2 months I come back and see ചെക്കപ്പ് ചെയ്യും. എല്ലാ ഹോസ്പിറ്റൽ വിസിറ്റിനും ഡിബിൻ ഉണ്ടായിരുന്നു. എല്ലാ ഹോസ്പിറ്റൽ വിസിറ്റിനും. പിന്നെ എന്ത് ഭാവയായിരിക്കും നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടോ മനസ്സിലായി? എന്തായി ജസ്റ്റ് ഹെൽത്തി ആകണം. അതൊക്കെ, പക്ഷെ എന്നാലും ഗേൾ ബേബി ആയിരിക്കും. അതൊക്കെ അതല്ല എന്റെ ചോദ്യം. എന്താണ് ഇൻഡ്യൂഷൻ? എന്ത് ഭാവയായിരിക്കും? എന്റെ മനസ്സില് എനിക്കറിയില്ല, ബോയാന്ന് തോന്നണു. പേരൊക്കെ കണ്ടുപിടിച്ചേക്കുന്നൊക്കെ പെണ്ണുങ്ങളെ. പേര് കണ്ടുപിടിക്കാനാ പാട്. ഇപ്പൊ ഭയങ്കര ഗേൾസിന്റെ നല്ല അടിപൊളി പേരൊക്കെ കിട്ടിയല്ലേ? ഞങ്ങള് സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഇവരോട് പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല എനിക്ക് ചോദിക്കാൻ. ഇവരോട് എന്തെങ്കിലും പറയാൻ? പിന്നെ മേജർ ഏറ്റവും കൂടുതലും അന്നമ്മയെ ശരിക്കും നന്നായിട്ട് നോക്കിയത് ചേച്ചി. ഞാനല്ല, മമ്മി. ചേച്ചി മമ്മി ചേച്ചി ആൻഡ് മമ്മി, ഡാഡി, അൺകണ്ടീഷണൽ ലവ്. പേരൻസ് എന്ന് പറഞ്ഞാൽ മേജർ പ്ലേസ് എ ബിഗ് റോൾ ഇൻ ഇറ്റ്. ആൻഡ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ലൈക്ക് they did a bigger thing for that. ഇവള് മമ്മീനെ എന്തെങ്കിലും പറഞ്ഞ വാവ അടിച്ചു കുത്തുന്ന് പറയണ കേൾക്കാറുണ്ട് അവള്. ഇപ്പൊ 7 മാസത്തോടെ അവൾ എൻ്റർ ആയിരിക്കും. ജസ്റ്റ് കിക്കിംഗ്, സ്മോൾ കിക്കിങ്സ് എല്ലാം ഉണ്ട്. നല്ല കിക്കിങ്സ് ഉണ്ട് ഇപ്പം. എനിക്കറിയാം ഇൻസ്റ്റയിൽ ഒത്തിരി പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, കമന്റ്സിൽ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഞാൻ ഇപ്പൊ പറയാന്ന് വെച്ചാൽ എനിക്കൊരു പേരുണ്ടായിട്ടാ പറയാനത്. റിവീൽ ചെയ്യാന്ന് വിചാരിച്ച് റിവീൽ ചെയ്യുന്നു. അപ്പൊ എന്തായാലും പ്രാർത്ഥന അതൊക്കെ എല്ലാവരും പ്രാർത്ഥന വേണം. ഫസ്റ്റ് പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് കുറച്ച് ധൈര്യം കൊടുക്കുക. അതിന് എന്റെ കൂടെ കേറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പ്രാർത്ഥിക്കണം കൂടി പറഞ്ഞു നിർത്തും. രണ്ടുപേരും കൂടി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയാം. ഓക്കെ, എന്ത് പറഞ്ഞാ പ്രാർത്ഥിക്കാൻ പറയാ? എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയൊരു ലൈഫിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൂടെ
എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. എന്ത് ഭാവയാണെങ്കിലും നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. ഹെൽത്തി ആയിട്ട് വേണം, അത്രേ ഉള്ളൂ. പുതിയ ലൈഫിലോട്ട് കിടക്കാണ്. അതിനെല്ലാ വിശ്വസും പ്രയാസം എല്ലാം വേണം. കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. സ്വപ്നം നീ സ്വന്തം നീയേ, സ്വർഗം നീ സർവം നീയേ. മേഘം വാനിലെങ്കിലും ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും താഴെ ആഴിയെത്തുവാൻ മഴയായി വീണ്ടും പെയ്തിറങ്ങുമേ. ഉലകിതിനോടും പൊരുതിടുമിനി ഞാൻ നിന്നെ നേടാനഴകേ. ഇവളിനി നിന്നിൽ കലരുകയായി, ഒരു നദിയായി നാം ഒഴുകാം. മിഴിയിൽ നീയേ. പറഞ്ഞോളൂ ഛർദി അവളുടെ ഛർദി കണ്ട് ഒരുത്തൻ ഛർദിക്കാൻ ഓടിയതല്ല നീ. അയ്യോ വരണ്ട, നിനക്ക് ഇനിയിപ്പോ ട്രാവൽ ഉള്ളതല്ല അവിടെ ഇരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതപ്പൊ കൊട്ടിക്കന്ത് ഇവനാട്ടോ അവളെ താങ്ങി പിടിച്ചു നിന്നേ. അവളെ ഛർദി അവൻ ഛർദിക്കാൻ പോയി. ആ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്ന പാവം അതിന്റെ മാക്സിമം ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് അവന് ഛർദിക്കാൻ വന്നു. അവള് ഛർദിച്ചു, അവൻ ഛർദിക്കും. എന്താ നോക്കണേ നിങ്ങൾ? നിറഞ്ചന് മേലെ കുഞ്ചക്കോവന് ശാലിനിയ എന്ത് സാധനം? അതെന്താന്ന് നമുക്കറിയില്ല. എന്തോ റിഫ്ലക്സ് അവനുണ്ട്. കാവടി തുള്ളി പോയതാ ഫോട്ടോ എടുക്കാൻ. ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ. എന്താണ് നിങ്ങളുടെ ഒരു ഫീലിംഗ്? നിങ്ങളുടെ ഫീലിംഗ്? യെസ്, അപ്പാപ്പനാവാൻ പോണ എന്റെ ഒരു ഫീലിംഗ് പറഞ്ഞേ. അപ്പാപ്പനാണ് ഫീലിംഗ് എന്ന് പറഞ്ഞാല് ഒരു upgrade ആണ് അപ്പന് കൊടുക്കാൻ പറ്റാത്ത സന്തോഷവും സമാധാനം അതൊക്കെ മക്കളിൽ കൊച്ചുമക്കളിൽ കൂടെ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്നത്തെ സമയത്ത് നമുക്ക് മക്കൾക്ക് അധികം സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാര്യം ജോലി തിരക്കും പല തിരക്കും ഉള്ളപ്പോൾ. അപ്പൊ അതല്ലാതെ നമുക്ക് ഒരുപാട് സമയം ഇപ്പം ദൈവം തരുന്നുണ്ട്. ആ സമയം കൊച്ചുമക്കളിൽ കൂടെ ഞങ്ങൾ ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. സുന്ദരി അമ്മ എന്താണ് ബാബ പറയണേ? എന്റെ എക്സൈറ്റഡ് ആണ്, വരാൻ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയാണ് മെയിൻ. അതെ, ഈ അമ്മാമയ്ക്ക് പിന്നെ ഛർദിക്കോര അമ്മാമ്മയുടെ എന്താണ്? ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടെൻഷൻ ഉണ്ട്, എന്നാലും പ്രാർത്ഥനയും സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പാപ്പനാവാൻ പോണതിന്റെ ആ ഒരു ഫീൽ എന്താണ്? എന്താ തോന്നണേ? നല്ല സന്തോഷമുണ്ട്. അതെ. അപ്പൊ ഗൈസ്, ഈ ഒരു സ്വീറ്റ് ന്യൂസ് ആണ് ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ അടിപൊളി അവരനുഗ്രഹിക്കും, മമ്മിയുടെ മക അവരനുഗ്രഹിക്കുക. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെയ്ക്ക് എല്ലാവർക്കും എല്ലാവരും തന്നെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും സാധിക്കട്ടെ. അയച്ചാൽ മിസ് ചെയ്യുന്നുണ്ട്.